നന്നായി അറിയുന്നവൻ, എൻ്റെ സ്വർഗീയ താതൻ. എന്നെ നന്നായി അറിയുന്നവൻ, എൻ്റെ സ്വർഗീയ താതൻ. മാറ്റമില്ല സ്നേഹിതൻ തന്നെ, സമാധാനത്തിൻ പ്രഭുവേ. മാറ്റമില്ല സ്നേഹിതൻ തന്നെ, സമാധാനത്തിൻ പ്രഭുവേ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്തും പാറശാലയിലും ജൂൺ 30 രാവിലെ 11 മുതൽ AJ ഹാൾ കുമാരപുരം, വൈകുന്നേരം 4:30 മുതൽ ഷീല കല്യാണ മണ്ഡപം പാറശാല. കർത്താവിൻ്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഓരോ ദിവസവും ദൈവജനത്തോടൊപ്പം ആയിരിക്കാൻ കർത്താവ് തരുന്ന നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവജനത്തിൽ പറയുക, പകൽ സമയത്തെന്ന പോലെ മര്യാദയായി നടക്കുക. നമ്മുടെ ഉള്ളിൽ മോഹങ്ങൾ വരാറുണ്ട്. മോഹങ്ങൾ പലപ്പോഴും ലോകപ്രകാരമുള്ളത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരാം. എന്നാൽ ദൈവജനത്തോടൊപ്പം ഇരിക്കുമ്പോൾ, കർത്താവുമായുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ അത് നിമിത്തമായിരിക്കുന്നതും വരാം. ഏത് അന്തരീക്ഷത്തിലാണോ നമ്മൾ ആയിരിക്കുന്നത്, ആ ചിന്തകൾ നമ്മളെ സ്വാധീനിക്കും. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. നല്ല കൂട്ടുകാരെ കണ്ടുപിടിക്കാൻ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ കാരണമെന്ന് വെച്ചാൽ അത് നമ്മളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള എന്നതുകൊണ്ടാണ്. ഏത് അന്തരീക്ഷത്തിലാണോ നമ്മൾ ആയിരിക്കുന്നത്, ആ അന്തരീക്ഷം പലപ്പോഴും നമ്മളെ സ്വാധീനിക്കാനിടയാകും. നിങ്ങൾ കർത്താവുമായുള്ള ബന്ധത്തിൽ, ദൈവ സാന്നിധ്യത്തിൽ നിങ്ങളായിരിക്കുമ്പോൾ, അത് ദേവാലയമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് തന്നെ ആയിരിക്കാം, ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിലെ വ്യത്യാസത്തെ നിങ്ങൾക്ക് തിരിച്ചറിയാനായി കഴിയും. നമ്മളായിരിക്കുന്ന അന്തരീക്ഷം നിശ്ചയമായും നമ്മളെ സ്വാധീനിക്കും. എന്നാൽ കർത്താവുമായുള്ള ബന്ധത്തിൽ നമ്മളായിരിക്കുമ്പോൾ ആ അന്തരീക്ഷത്തിലെ ചിന്തകൾ നമ്മളെ സ്വാധീനിക്കും. അത് നമ്മളെ ദൈവവുമായി കൂടുതൽ അടുപ്പിക്കുവാനിടയായിത്തീരും. ലോകമോഹങ്ങൾ എൻ്റെ ഉള്ളിൽ കടക്കുന്നത് നിശ്ചയമായും എന്നിൽ നിന്ന് മാറിപ്പോകും. ചിലർ നിരാശയിലായി ജീവിതം മടുത്തു എന്ന് പറയുകയും, അല്ലെങ്കിൽ ഏത് ചിന്തയിലാണോ തങ്ങളായിരിക്കുന്നത്, ലഹരികൾക്ക് അടിമയാകുന്നത്, ഇതെല്ലാം അന്തരീക്ഷത്തിൽ നിന്നായിരിക്കുന്ന സ്വാധീന നിമിത്തമാകുന്നു. എന്നാൽ ഇന്നത്തെ ദൈവജനം നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചില വ്യത്യാസങ്ങൾ നിങ്ങളെ തിരിച്ചറിയട്ടെ. ഇതുവരെ മനസ്സിലാക്കാത്തതുപോലെയുള്ള ആ ആത്മമണ്ഡലങ്ങൾ നിങ്ങളെ സ്വാധീനിക്കുന്നത് കർത്താവ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരട്ടെ. ഒരു പൂർണ്ണമായൊരു ഡെലിവറൻസ് നിങ്ങളുടെ ലൈഫിലുണ്ടാകട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. പ്രാർത്ഥനയ്ക്ക് മുമ്പ്, ആ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് ഡിസിഷൻ എടുക്കുക. ഒന്ന് പറ, പ്രാർത്ഥിക്കാൻ പോകുന്നതിനേക്കാൾ അല്ല, എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ പോവുക, ഞാൻ പ്രാർത്ഥിക്കാൻ ഇരിക്കുക, ഇനി ഇന്നത് 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 ആ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പറ, ഇത് കഴിഞ്ഞിട്ടേ ഇനി പ്രാർത്ഥന, ഇനി കാര്യങ്ങളുള്ളൂ. ആ സമയത്ത് ഞാൻ ചെയ്ത ശീലം നിങ്ങൾക്കും വേണമെങ്കിൽ ചെയ്യാം. ഓർമ്മ വരുന്നത് എഴുതി വെച്ചാട്ടെ. അപ്പോൾ ചെയ്യണ്ട, പ്രാർത്ഥന കഴിഞ്ഞിട്ട് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കാം. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ പ്രാർത്ഥന സക്സസ്ഫുൾ ആയി ഫിനിഷ് ആകും. കാരണം നിനക്ക് ചുറ്റുമുള്ളൊരു അന്തരീക്ഷം ദൈവികമായി തീരുന്നതോടുകൂടെ നീ ചെയ്യാൻ പോകുന്നതിന്റെ ഉത്തരങ്ങൾ നിന്റെ അകത്തേക്ക് വരും. അവിടെയാ നിന്റെ വിജയം ഇരിക്കുന്നത്, സക്സസ് അവിടെയായിരിക്കുന്നത്. ആ സക്സസിലേക്ക് എത്തിക്കുക ദൈവത്തിന്റെ ഉദ്ദേശവും. എനിക്കിപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം പറയട്ടെ. ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒത്തിരി ദിവസമായിട്ട് വിളിക്കാതിരുന്നയാള് ആ സമയത്ത് വിളിക്കും. നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കരം ഉയർത്തി കാണിക്കാം. ഇത്രയും ദിവസം വിളിച്ചിട്ടില്ല, പക്ഷെ കറക്റ്റ് ആ സമയത്ത് വിളിച്ചു. എടുക്കാതിരിക്കാൻ തോന്നുന്നില്ല. കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ആ ഫോൺ കണ്ടാൽ സത്യത്തിൽ ഫോൺ അടുത്ത് വയ്ക്കാതിരിക്കുന്നത് നല്ലത്. അല്ല എങ്കിൽ ആ ഫോണിനകത്ത് ഫോൺ എടുക്കാതിരുന്നിട്ട് പ്രാർത്ഥന കഴിഞ്ഞിട്ട് അയാളെ തിരിച്ചു വിളിക്കാൻ തീരുമാനിക്കേ. ഞാൻ നിങ്ങളോട് പറയാം, നീ ആ സമയത്ത് എടുക്കുന്നതിനേക്കാൾ സക്സസ് ആയിരിക്കും നീ തിരിച്ചു വിളിച്ചാൽ. നീ അതിനകത്ത് തോറ്റുപോകത്തില്ല, സക്സസ് ആയിരിക്കും. ഒന്നാമത് ഞാൻ പറയാം, പ്രാർത്ഥനയ്ക്ക് മുമ്പ് ജഡത്തിന് ചിന്ത കൊടുക്കേണ്ട, ജഡത്തിന് സ്വാധീനം കൊടുക്കേണ്ടത് നിങ്ങളിൽ വരാതെ നിങ്ങൾ ചിലതിനെ ബോർഡർ ലൈൻ വെക്കണം. അത് ഞാനാണ് ചെയ്യേണ്ടത്.
ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ കർത്താവേ, ബ്രദർ പറഞ്ഞ പോലെ എനിക്ക് ചിലത് ചെയ്യാൻ പറ്റുന്നില്ല, എന്നെ നീ സഹായിക്കണമേ. ഞാൻ പറയാം, ഞാനും അങ്ങനെയാ ചെയ്തത്. ഫോൺ എടുക്കാതിരിക്കാൻ തോന്നുന്നില്ല, എഴുതി വെക്കാൻ തോന്നുന്നില്ല. ഞാൻ പറഞ്ഞത് കർത്താവേ എനിക്ക് പറ്റുന്നില്ല, ഹെൽപ്പ് മീ. അന്ന് ഞാൻ ആ ദൈവസഹായം അനുഭവിച്ചു. ഇതുവരെ നന്നായി കൊണ്ടുപോകുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെയും ഹെൽപ്പ് ചെയ്യുവാൻ എന്റെ ദൈവം റെഡിയാണ്. ഒന്ന് ചേർന്ന് കൈയടിച്ചൊരു ആമേൻ പറ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിക്കട്ടെ. പകൽ സമയത്ത് റോമർക്കെഴുതിയ ലേഖനം 13-13 അതിന്റെ 13 വാക്യം. പകൽ സമയത്തതുപോലെ നാം മര്യാദയായി നടക്കുക. അടുത്ത വാക്ക്, വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ശയനമോഹങ്ങളിലും ദുഷ്കാമത്തിലും പിണക്കത്തിലും അസൂയയിലുമല്ല. 5-6 കാര്യങ്ങൾ പറയുവാണ്. എന്നിട്ട് പറയാ, കർത്താവായ യേശുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. അപ്പൊ മോഹങ്ങൾ ജനിക്കുന്ന ചിന്തകൾ നിങ്ങളുടെ അകത്ത് കൊണ്ടുവരാം. ഒന്ന് പറഞ്ഞേ, മോഹങ്ങൾ ജനിക്കുന്നവ. ഒന്ന് ഉറക്കെ പറഞ്ഞേ, ശബ്ദം ഉയർത്തി എന്ന് പറഞ്ഞു. സോളി, അതിലെ 2-3 പ്രധാന കാര്യങ്ങളൊന്ന് പറയാം. ഒന്ന് അസൂയ, 2 പിണക്കം, 3 ശയനമോഹങ്ങൾ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അസൂയ, എല്ലാവരും പറഞ്ഞേ അസൂയ. ഒന്ന് അടുത്ത വാചകം പറഞ്ഞേ, അസൂയ. അസൂയ. നിങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങൾക്ക് കാറില്ല. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ, നമുക്ക് തോന്നാറുള്ള ഒരു കാര്യം പറയട്ടെ. നമ്മൾ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്. നമ്മളെ പോലെ അധ്വാനിക്കുന്ന മറ്റൊരാളെ നോക്കിയിട്ട് പറയും, ഞാനും അയാളും ഒരേപോലെ അധ്വാനിക്കുന്നത്, പക്ഷെ അയാൾക്കിപ്പോ കാറുണ്ട്, അയാൾക്കിപ്പോ ഇന്നതുണ്ട്, പക്ഷെ എൻ്റെ കയ്യിലില്ല. അങ്ങനെ തോന്നൽ സാധാരണ മനുഷ്യന് വരാം. പക്ഷേ നിങ്ങൾ ആ തോന്നലിന്റെ അടുത്ത പടി നോക്കിയിട്ടുണ്ടോ? ആ തോന്നലിന്റെ അടുത്ത ലെവല് നിങ്ങൾ കയറിയിട്ടുണ്ടോ? ഒന്നുകിൽ ഞാൻ നിങ്ങളോട് പറയാം, ഒന്ന് നിങ്ങളിൽ വൈരാഗ്യ ബുദ്ധി വരും, അല്ല എങ്കിൽ നിങ്ങൾക്ക് അസൂയ വരും, അല്ല എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും അയാളെ മറികടക്കാനുള്ള തത്രപ്പാട് വരും. ഒന്ന് ഞാൻ പറയാം, ഒന്നെന്ത് വരും ജസ്നെ? അസൂയ വരും. 2, നമ്മുടെ അകത്തൊരു നിരാശ കലർന്ന വേദന വരും. 3, അയാളെ മറികടക്കാനുള്ള ഒരു തത്രപ്പാട് വരും. ആ 3 ചിന്തകളിലേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കാവോ? നിരാശയാണ് ആദ്യം വരുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് പിന്നീട് സകലതും നിരാശയായി തോന്നും. നിങ്ങൾ പറയും, ഞാൻ ഇനി ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ഇനി ഒരു കാര്യം ചെയ്യാൻ പോകുന്നില്ല, ഞാനും അയാളെ പോലെ ചെയ്തത്, ആ വ്യക്തി എന്നെ പോലെ ചെയ്യുന്നത്, പക്ഷെ അയാൾ അനുഗ്രഹിക്കപ്പെടുന്നു, ഞാൻ ഇവിടെ കിടക്കുന്നു, ഞാൻ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ, ഞാൻ എന്തിനാ നോക്കുന്നേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുള്ളവർ ഇതിനകത്തുണ്ടോ? അറ്റ്മോസ്ഫിയർ പിശാചിന്റെയാ. എന്നാൽ നീ പറയേണ്ടത്, ഞാനും അയാളും ഒരേപോലെയാ വർക്ക് ചെയ്യുന്നത്. തക്ക സമയത്ത് എനിക്ക് കൂലി തരാൻ കഴിയുന്നൊരു ദൈവത്തെ ഞാൻ സേവിക്കുന്നത്. തക്ക സമയത്ത് എന്നെ ഉയർത്താൻ കഴിയുന്നവൻ. ജസ്റ്റിന് ബൈബിളിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു വാചകമുണ്ട്, തക്ക സമയത്ത് നിങ്ങളെ ഉയർത്താൻ കഴിയുന്നവന്റെ കരത്തിന്റെ കീഴിൽ നീ താഴ്ന്നിരിക്കെ നിന്നെ തക്ക സമയത്ത് അവൻ ഉയർത്തും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. ഇപ്പൊ നീ ഒന്നും കാണുന്നില്ല എങ്കിലും നിന്നെ ഉയർത്തുവാൻ അവന് കഴിയും. ഇത് ദൈവത്തിന്റെ ചിന്തയാണ്. എന്നാൽ സാധാരണഗതിയിൽ നമുക്ക് ഈ ചിന്ത വരത്തില്ല. നമ്മുടെ ഉള്ളിൽ നിരാശ വരും. നിരാശ വന്നാൽ അടുത്തത് പറയും, എന്തെങ്കിലും കാണാൻ തോന്നും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ തോന്നും, അല്ലെങ്കിൽ തെറ്റായ എന്തെങ്കിലും ചെയ്യാൻ തോന്നും. സഹോദര, നിന്റെ അകത്ത് ഭരിച്ചത് ആദ്യം ഒരു താരതമ്യമാണ്. ഞാനും ചെയ്യുന്ന ഒരേപോലെ, അയാളും ഒരുപോലെയാ ചെയ്യുന്നത്, പക്ഷെ അയാൾക്ക് റിസൾട്ട് ഉണ്ട്, എനിക്ക് റിസൾട്ട് ഇല്ല എന്നൊരു ചെറിയ ചിന്തയാവനിട്ടത്. അതിൽ നിന്ന് നിന്റെ അകത്തേക്ക് അസൂയ കലർന്ന വേദന വന്നു, നിരാശ കലർന്ന വേദന വന്നു, അതിനെ മറികടക്കണമെന്ന വാശി വന്നു. അടുത്ത ചിന്തയെ നീ പാലൂട്ടുന്നുവെങ്കിൽ അടുത്തത് നിന്നെ തള്ളിയിടുവാൻ അവന് കഴിയും, നിശ്ചയമാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ എൻ്റെ ഹാർട്ട് എന്ന് പറയുക, ചിന്തയിൽ ഇങ്ങനെ പിശാചിന് പ്രവർത്തിക്കാൻ കഴിയുമെന്നും അത് നിമിത്തം എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച് അവനെ നിയന്ത്രിക്കാൻ പറ്റുമെന്നും എനിക്ക് ഒരു കാലഘട്ടം വരെ അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ പറയാം, എൻ്റെ ചിന്താമണ്ഡലങ്ങളെ സ്വാധീനിക്കുന്നത് ആകാശത്തിലെ അറ്റ്മോസ്ഫിയർ ആണെന്ന്, അല്ല ആകാശത്തിൻ്റെ ശക്തികളാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു ചിന്ത വരാൻ തുടങ്ങിയ ഞാൻ ചെയ്യുക,
എന്റെ അറ്റ്മോസ്ഫിയറിനെ ഞാൻ മാറ്റും. ഒന്ന് പറഞ്ഞ്, എന്റെ അന്തരീക്ഷത്തെ ഞാൻ മാറ്റും. ഒന്ന് ഉറക്കെ പറ, എന്റെ അന്തരീക്ഷത്തെ മാറ്റും. എങ്ങനെ അന്തരീക്ഷത്തെ മാറ്റാം? ദൈവിക സ്തുതികളാൽ നിങ്ങൾ ആരാധിക്കാൻ തുടങ്ങുക, കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ അറ്റ്മോസ്ഫിയറിന്റെ ബലം പിശാചിന്റെ കയ്യിൽ നിന്ന് പോകും. നിങ്ങളുടെ അകത്ത് പോസിറ്റീവ് വൈബ്സ് വരാൻ തുടങ്ങും, പോസിറ്റീവ് ബോധ്യങ്ങൾ വരാൻ തുടങ്ങും. നിങ്ങൾ ആ വ്യക്തിയെ കണ്ട് വിചാരപ്പെടത്തില്ല. അതിനു പകരം നിങ്ങൾ പറയും, ഈ എന്നെ ഉയർത്താൻ കഴിയുന്ന ഒരുവനുണ്ട്, എന്നെ തക്ക സമയത്ത് ഉയർത്താൻ പറ്റുന്നവനുണ്ട്, എന്നെ തക്ക സമയത്ത് എത്തിക്കാൻ പറ്റുന്നവനുണ്ട്. ഒന്ന് എഴുന്നേറ്റ് വന്നൊരു കൈയടി കൊടുത്തേ കർത്താവിനെ. അറിയാന്തല്ലോ, കമോൺ കമോൺ കമോൺ, കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. എന്നെ ഭരിച്ചിട്ടുള്ള വികാരമാ ഞാൻ പറയുന്നത്, എന്നെ ഭരിച്ചിട്ടുള്ള വികാരമാ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നെ പോലെ പ്രവർത്തിക്കുന്ന സുവിശേഷകർ വിദേശങ്ങളിൽ യാത്ര ചെയ്യുന്നു, എന്നെ പോലെ യാത്ര ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ പുതിയ വാഹനങ്ങൾ വാങ്ങുന്നു. എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയേ, എനിക്കെന്താ ഒന്നും കിട്ടാത്തത്, എന്തുകൊണ്ട് എനിക്ക് ചിലതിലേക്ക് ചെല്ലാൻ പറ്റാത്തത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ചു നേരം അവന് വിട്ടുകൊടുത്തപ്പോ എന്നിൽ നിരാശ വന്നിട്ടുണ്ട്. കുറച്ചു നേരം അവനെ വിട്ടുകൊടുത്തപ്പോ എനിക്ക് ഒന്നും ചെയ്യണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. കുറച്ചു നേരം എന്നിൽ വിട്ടുകൊടുത്തപ്പോ അസൂയ ഉണ്ടായിട്ടുണ്ട്. കുറച്ചു നേരം എന്നെ വിട്ടുകൊടുത്തപ്പോ അവരെ തോൽപ്പിക്കണം, അതിനെ മറികടക്കണം തോന്നലുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം വരുന്നതിന്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടെ പിശാച് ചെയ്യും. ആ ആള് ഉയർന്നത് കള്ളത്തരത്തിലാണെന്നും നീ ഇങ്ങനെ ആയിരിക്കുന്നത് കള്ളത്തരം ചെയ്യാത്തത് കൊണ്ടാണെന്നും നീ വിശുദ്ധനാണെന്നും അയാൾ മോശമാണെന്നുള്ള ചിന്ത നിന്റെ അകത്തേക്ക് അടുത്ത് തരും പിശാചേ. എങ്ങനെയാ? ആ ആള് നല്ല ആള്, വിശുദ്ധനല്ല, അവൻ തരികടയിൽ ഇങ്ങനെയൊക്കെ വളർന്നതാ, അവൻ ഇങ്ങനെയൊക്കെ ഒപ്പിച്ച് വളർന്നതാ. നമ്മൾ അങ്ങനെ ഒപ്പിക്കുന്നില്ല. ഞാൻ വിശുദ്ധനായിട്ടാ ജീവിക്കുന്നേ, എന്നേക്കാൾ മോശമാണ് അയാളെന്നും ഞാനാണ് നല്ലതെന്നും പിശാച് എന്നോട് പറഞ്ഞു തരും. ബ്രദറിന് ഇങ്ങനെയൊക്കെ അറിയാം, ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഞാൻ വിചാരപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ധൈര്യപൂർവ്വം ഇന്ന് പറയാം, ആ അറ്റ്മോസ്ഫിയറിനെ ജയിക്കുവാൻ, അറ്റ്മോസ്ഫിയറിനെ തിരിച്ചറിയുവാൻ, അത് അവന്റെ സൂത്രമാണെന്ന് അറിയുവാൻ, അതിന്റെ ബലത്തിൽ എന്നെ വിടിക്കുവാൻ, അതിന്റെ ബലത്തിനകത്ത് ഞാൻ ആയി പോകാതിരിപ്പാൻ, എന്റെ ചിന്തകളെ കർത്താവിന്റെ കൈകളിലേക്ക് കൊടുക്കുവാൻ ഇന്ന് കൃപയാൽ അറിയാവുന്നത് കൊണ്ട് ജയാളിയായി നിൽക്കാൻ കഴിഞ്ഞത്. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ഇനിയും നിർത്തുന്നത് അവന്റെ കൃപയാണ്, ഇനിയും നയിക്കപ്പെടുന്ന അവന്റെ കൃപയാണ്. നിങ്ങളും അങ്ങനെ തന്നെ എന്ന് പറയാവോ? ഒരു ആമേൻ പറയാവോ? എന്നേക്കാൾ നന്നായിട്ട് കാര്യം അറിയത്തില്ല, ചെയ്യാൻ അറിയത്തില്ല. സഹോദരങ്ങളെ, വിജ്ഞനായ മോശയെ ദൈവം 20 ലക്ഷത്തോളം വരുന്ന ആളുകളുടെ പാസ്റ്ററാക്കി. നിന്റെ കഴിവല്ല കാര്യം, അവൻ പൊക്കുന്നതാകട്ടോ. ആമേൻ. ഒരു നല്ല ആമേൻ പറഞ്ഞു, ഒരു ആമേൻ പറഞ്ഞു. ഓ ഹല്ലേലൂയ. കഴിവല്ല, നാവ് തടിച്ചവനായാലും എന്റെ ദൈവം നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ 80 കൊല്ലം കഴിഞ്ഞാലും 40 കൊല്ലം കഴിഞ്ഞാലും അവൻ നിന്നെ അവിടേക്ക് എത്തിക്കും. ആരും അതിനെ അടയ്ക്കത്തില്ല. You will reach there. Amen. മോശേ, നീ എന്താ എങ്ങനെ ആയിപ്പോയത്? മോശേ, നീ എന്താ എങ്ങനെ ആയി പോകുന്നത്? ഞാൻ പരിശ്രമിച്ചു തോറ്റു. ഇനി ഒരു ദൈവവിളിയില്ല, ഒരു ദൈവവേലയില്ല. ചിന്താമണ്ഡലത്തിൽ ആ വിധത്തിൽ ഭരിച്ചു. ഇപ്പൊ അമ്മായിപ്പന്റെ വീട്ടിൽ വന്ന് കിടക്കുവോ? അമ്മായിപ്പന്റെ ആട് നോക്കിയിട്ട് എത്ര നാള് ജീവിക്കും? കൊട്ടാരത്തിൽ നിന്നാ മതിയായിരുന്നു, കൊട്ടാരത്തിൽ ജീവിച്ചാ മതിയായിരുന്നു. എല്ലാം കളഞ്ഞിട്ട് സുവിശേഷ വേലയ്ക്ക് വന്നതാ. ഇപ്പോ അടിമയെ പോലൊരു വീട്ടിൽ ഞാൻ ഇങ്ങനെ കിടക്കേണ്ടി വന്നല്ലോ. എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ പറയാം, മോശ അങ്ങനെ ചിന്തിച്ചിരുന്നു എന്നാ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാ ദൈവം വിളിച്ചപ്പോ വേറെ വല്ലവരും നോക്ക്, എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം അതാന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ ചിന്ത തന്റെ മനസ്സിനെ ഭരിച്ചിരുന്നു. പക്ഷെ എന്റെ കർത്താവ് വിശ്വസ്തനാണ് കേട്ടോ. അവൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത് പോലെ അവനോട് വ്യത്യസ്തമായി ഇടപെട്ടോണ്ടേയിരുന്നു. ഇത് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നതാണ് വിശ്വസിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യാം. ആ ചിന്താമണ്ഡലങ്ങളിലേക്ക്, മോശയുടെ ചിന്താമണ്ഡലങ്ങളിലേക്ക് വന്നിട്ട് പറഞ്ഞു, മോശേ, നിന്നെ ഞാൻ ഇപ്പോ വിളിച്ചിറക്കുക. നീ എവിടെയാണോ താണുപോയത്, എവിടെയാണോ തകർന്നു പോയത്, അവിടെ ഞാൻ നിന്നെ മാനിച്ചോളാം. നിന്നെ സ്വാധീനിക്കുന്ന ചിന്തകൾ, ഒന്ന് പറ, എന്നെ സ്വാധീനിക്കുന്ന ചിന്തകൾ. മോശയ്ക്ക് തോന്നിക്കാണും, ഞാൻ പരിശ്രമിച്ചു, എന്തെല്ലാം നന്നായി ചെയ്യാൻ നോക്കിയതാ.
നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ശരിയാന്ന് തോന്നുന്നു? വേറൊരാളെ കാണുമ്പോൾ എന്നെ പോലെ ജോലി ചെയ്യുന്ന, എന്നെ പോലെ ബിസിനസ് ചെയ്യുന്ന, എന്നെ പോലെ ശുശ്രൂഷിക്കുന്ന വേറൊരാളെ കാണുമ്പോൾ തോന്നും അയാൾ അങ്ങനെയായി, ഞാൻ ഇങ്ങനെയായല്ലോ. ഒരു നല്ല ആമീൻ പറഞ്ഞേട്ടെ. അന്നെങ്ങാനും പോയി എറണാകുളത്ത് മീറ്റിംഗ് തുടങ്ങിയാൽ മതിയായിരുന്നു. അന്നെങ്ങാനും പോയി കോഴിക്കോട് മീറ്റിംഗ് തുടങ്ങിയാൽ മതിയായിരുന്നു. അന്നെങ്ങാനും തിരുവനന്തപുരത്ത് പോയി മീറ്റിംഗ്. ബ്രദർ, നിന്നെ ഉയർത്താൻ ഒരു തിരുവനന്തപുരം വേണ്ട, ഒരു കോഴിക്കോടും വേണ്ട, ഒരു എറണാകുളം വേണ്ട. ഉയർത്തുന്നത് ദൈവമാണ്. തെക്കോ വടക്കോ പടിഞ്ഞാറോ അല്ല, ഉയർച്ച വരുന്ന ദൈവത്തിൽ നിന്നാണ്. നമ്മുടെ തോന്നലുകളാ നമ്മളെ ഭരിക്കാൻ. തോന്നലുകൾക്ക് വിട്ടുകൊടുക്കാതെ നിന്നെ ഭരിക്കുവാൻ ദൈവവചനത്തിന് വിട്ടുകൊടുക്ക. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, സാഹചര്യങ്ങളൊക്കെ നോക്കിയ ദൈവം യേശു കർത്താവ് ഇങ്ങനെയൊക്കെ ആകുന്ന ആരെങ്കിലും വിചാരിക്കുവോ? ജനിച്ചത് കാലിത്തൊഴുത്തില്, മാനുഷികമായിട്ട് ചിന്തിച്ച കർത്താവല്ല, ദൈവമല്ലെന്ന് ചിന്തിക്കേ. പിന്നെ ബെത്ലഹേമില്, പിന്നെ നസ്രത്തിൽ നിന്ന് ഒരു നന്മയുണ്ടായിട്ടില്ല. പിന്നെ പക്ഷെ ആ നസ്രത്തിൽ നിന്ന് വളർന്ന് യെരുശലേമിൽ വന്ന്, കഫർനഹൂമിൽ വന്ന്, എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാവോ? എന്റെ ഭാഷയിൽ ഞാൻ പറയും, ഇത്രയും മോശമായ സ്ഥലത്തു നിന്നും ഇവിടെ എത്താൻ പറ്റുമെന്ന് എന്റെ യേശു പറഞ്ഞതിന്റെ കാര്യം. ഒരു നല്ല ഹല്ലേലൂയ പറ. അടുത്തിരിക്കുന്ന ആളോട് പറ, ഏറ്റവും മോശമായ സ്ഥിതിയിൽ നിന്നും ആർക്കും എത്തിപ്പറ്റാൻ പറ്റാത്ത സ്ഥലത്തേക്ക് നിനക്ക് എത്താൻ പറ്റുമെന്നാ കർത്താവ് അതിലൂടെ പറയുന്നേ. ഒന്നും കൂടെ പറ ഹല്ലേലൂയ. ഒരിക്കലും ആളുകൾ ചെല്ലില്ല എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് നീ ചെല്ലുമാറാക്കുന്ന വിധത്തിലേക്ക് നിന്നെ എത്തിക്കുന്നവനാ ദൈവം എന്ന് പറ. എനിക്ക് തോന്നാറുണ്ട് എല്ലാ രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്താലോ, അവർ യാത്ര ചെയ്യുന്നോണ്ടല്ലേ അങ്ങനെ. ഞാൻ എൻ്റെ തലയെ നിയന്ത്രിക്കാൻ ആദ്യകാലത്ത് എനിക്ക് പാടായിരുന്നു. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ഞാൻ ഓടുന്നത് കൊണ്ടോ യാത്ര ചെയ്യുന്നത് കൊണ്ടോ രാജ്യങ്ങളിൽ പോകുന്നത് കൊണ്ടോ ഒന്നുമല്ല. ഉയർച്ച വരുന്നത് എൻ്റെ ദൈവമാണ്. എന്റെ ദൈവം ഉയർത്തുമ്പോഴാണ് ഉയർച്ച ഉണ്ടാകുന്നത്. സക്സസ് അവന്റെ പക്കൽ നിന്നാ വരുന്നത്. ചിന്താമണ്ഡലങ്ങളെ പിശാച് സ്വാധീനിക്കാൻ വിട്ടുകൊടുക്കാതെ, നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ പിശാച് സ്വാധീനിക്കാൻ തക്കവണ്ണം നമ്മൾ നമ്മുടെ ചിന്തകളെ വിട്ടുകൊടുക്കരുത്. ഹല്ലേലൂയ. നമ്മുടെ അന്തരീക്ഷം സ്തുതികളെ ആകട്ടെ. കർത്താവിനെ സ്തുതിക്കുകയും ദൈവജനത്തോടൊപ്പം ഇരിക്കുകയും അതിനെ ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ ചുറ്റുമുണ്ടാകട്ടെ. അത് നിങ്ങളെ മാറ്റുവാനിടയാകും. നിങ്ങളുടെ സ്ഥിതികളെ അത് മാറ്റുവാനിടയാകും. പിശാചിൻ്റെ തന്ത്രങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നീങ്ങിപ്പോകും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, വർദ്ധിപ്പിക്കട്ടെ, ആത്മീയമായി അടുത്ത പടിയിലേക്ക് കൊണ്ടുപോകട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. ഈ ചേച്ചി കഴിഞ്ഞ ആഴ്ച മുമ്പത്തെ ആഴ്ച വന്നിട്ട് നടക്കാൻ വയ്യാതെ വന്നയാളല്ലേ? ഓക്കെ ഓർമ്മയുണ്ട്, പറഞ്ഞാട്ടെ. കേരളം 45 ബ്രദർ. ഈ ആന്റിയുടെ പേര് സുധർമ്മ എന്നാണ്. ഡീസന്റ് മുക്കിൽ നിന്നാണ് ആന്റി വരുന്നത്. ഡീസന്റ് മുക്കിൽ നിന്നാണ്. ഡീസന്റ് ആയ ആൾക്കാർ താമസിക്കുന്നതാണ്. ഓക്കെ. ആന്റിക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇടത് കാലിന് പെരുപ്പും വേദനയായിരുന്നു. പിന്നീട് അത് വലത് കാലിനുമായി. ആന്റി പറയുന്നത് ആന്റിക്ക് ബാത്റൂമിൽ പോകാൻ പോലും പ്രയാസമായിരുന്നു. അല്പനേരം പോലും നിൽക്കാൻ കഴിയില്ല, നടക്കാൻ പ്രയാസമായിരുന്നു. ആയുർവേദ ചികിത്സയിലായിരുന്നു. ആന്റി നമ്മുടെ ചർച്ചിലെ ലീഡേഴ്സിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. അവര് പറഞ്ഞ് ചർച്ചിൽ വരാൻ പറഞ്ഞു. കഴിഞ്ഞ മിറക്കിൾ സൺഡേക്ക് വന്നു. ജോൺ ബ്രദർ പ്രാർത്ഥിച്ചു. ആന്റി പറയുന്നത് ഇപ്പം എത്ര നേരം വേണമെങ്കിലും ആന്റിക്ക് നിൽക്കാം, പ്രയാസങ്ങളൊന്നും ഇല്ല. കൈയടിച്ചു കർത്താവിനെ സ്തുതിച്ചേ. എനിക്ക് നിങ്ങൾ ആരെങ്കിലും ചേച്ചി നടത്തിച്ച് ഓർമ്മിക്കുന്നു? നിങ്ങൾ ഓർമ്മിക്കുന്നവരുടെ കരങ്ങൾ ഉയർത്തി കാണിച്ചേ. നടക്കാൻ പ്രയാസമാണോ? ആരാ ഇവരുടെ കൂടെ ഉള്ളേ? ഇവരുടെ കൂടെ ഉള്ളത് ആരാ? വാ അമ്മ അവിടെ നിക്ക. അമ്മയ്ക്ക് എന്തുവാ പ്രയാസം? നടുവേദനയാണോ? കാല് വഴങ്ങത്തില്ല. വാ. എന്റെ ഭാര്യ എന്താ ഈ അമ്മയുടെ പ്രയാസം? എന്തുവാ? നടുവിന് വേദനയോ? നടുവിന് വേദനയല്ല, തുടയെന്ന് നീരും വേദനയായിട്ട് ഉപ്പൂറ്റി തലത്ത് വിടാൻ വയ്യ. ഇരിക്കാമേ, ഇരിക്കേ. ഇത് കാലിന് അമ്മയ്ക്ക് പ്രയാസം എങ്ങനെയാമേ? അത്ര വേദനയാ? കർത്താവേ, അമ്മയുടെ കാലുകൾ സൗഖ്യമായിട്ട്. ബെൽറ്റ് വല്ലതും ഇട്ടിട്ടുണ്ടോ അമ്മ? കർത്താവേ, അമ്മയുടെ കാലുകൾ സൗഖ്യമായിട്ട്. അമ്മയെ പൂർണ്ണമായും സൗഖ്യമാക്കിയാട്ടെ അപ്പ. ഈ നട്ടല് പൂർണ്ണമായും സൗഖ്യമാകട്ടെ. ഈ കാലിലേക്ക് പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. വാ, എഴുന്നേക്ക, നടക്കും.
ഞങ്ങളൊക്കെ നടക്കുന്ന പോലെ നടക്കണം. അതിനു വേണ്ടിയാ പ്രാർത്ഥിച്ച്. നിങ്ങളെ അമ്മ വരുന്നത് കണ്ടായിരുന്നു? കണ്ടവരെന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഇനി ചേട്ടൻ പറ, നിങ്ങളുടെ വൈഫ് ഇങ്ങനെ നടക്കുവോ? നടക്കത്തില്ലായിരുന്നു. നടക്കുമെന്നോ നടക്കത്തില്ലെന്നോ? നേരത്തെ നടക്കത്തില്ലായിരുന്നു ഇങ്ങനെ. അമ്മയ്ക്കിപ്പോ കാല് തൊടാം, കാല് തറയെ തൊടാം. എങ്കിലും മെല്ലെ ഓടിക്കേ. വാ, എന്റെ കൈ പിടിച്ചു, മെല്ലെ ഓടിക്കൂ. ആ ചെരുപ്പിട്ട് ഒന്ന് ഓടിക്കേ. വാ, തിരിച്ചൊന്ന് ഓടിക്കേ. ഒന്ന് കൈ അടിച്ചു കർത്താവിനെ സ്തുതിച്ച്. അങ്ങയുടെ അത്ഭുത കരയും ഈ നട്ടലിനെ സൗഖ്യമാക്കുന്നതിന് നന്ദിയപ്പ. യേശുവിന്റെ നാമത്തിൽ ഈ അമ്മയുടെ ഹിപ്പിന് താഴോട്ടുള്ള ഞരമ്പുകൾ മുഴുവൻ നോർമലാകട്ടെ. ഒന്ന് കൈ അടിച്ചു കർത്താവിനെ സ്തുതിച്ച്. ഒന്ന് യേശുവേ എന്ന് വിളിച്ച്. ചിലരും കൂടെ സൗഖ്യമാകുക. ഈ അമ്മയുടെ നടുവേദന മാത്രമല്ല, ബ്രദർ എന്ത് ജോലി ചെയ്യുന്നേ? ഓട്ടോറിക്ഷ ഓടിക്കുക. ചേട്ടന്റെ കാലിലും മരവിപ്പുണ്ട്, നടുവേദനയുണ്ട്. ഉണ്ട്. അത് കാരണം ഇദ്ദേഹത്തെ സഹായിക്കാൻ ഒരു പ്രയാസമുണ്ട്. തീർച്ചയായിട്ടും. എന്താ പേര് ചേട്ടന്റെ? എൻ്റെ പേര് സുഭാഷ്. സുഭാഷ് ബ്രദറെ, ഇന്ന് നിങ്ങളുടെ കാലും സൗഖ്യവും. അപകടം വല്ലതും ഉണ്ടായോ? നേരത്തെ ഉണ്ടായിട്ട് 92-ല്. ആ അപകടത്തെ തുടർന്ന് തോളും ചെവിയും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കാലിന് മാത്രമല്ല, തോളിനും ചെവിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? മരവിപ്പുണ്ട്. അപ്പച്ചൻ്റെ ബ്രദറിൻ്റെ നമ്മുടെ മുട്ട് ഇതാണെങ്കിൽ ഈ സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡ് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇടത്തെ കാലിനുണ്ട് മരവിപ്പ്. അവിടെ ഉണ്ട്. അവിടെ ഇട്ടൊന്ന് കൈവച്ചേ, അവിടെ ഇട്ടൊന്ന് കൈവച്ചേ. അവിടെയല്ലടാ, ഇവിടെ. യേശുവിൻ്റെ നാമത്തിൽ ഒരു സൗഖ്യം ആ ശരീരത്തിൽ വ്യാപരിക്കട്ടെ അപ്പ. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ച്. അങ്ങയുടെ ശക്തി ഈ കുടുംബത്തെ തൊടട്ടെ അപ്പ. ഏതിന് പുറകിൽ ആൾ നിന്നേ. അങ്ങയുടെ അത്ഭുത കരം ഈ കുടുംബത്തെ തൊടട്ടെ. Power of the Spirit. ഇപ്പോൾ സൗഖ്യമാകട്ടെ. നിങ്ങളുടെ ഭാര്യയ്ക്ക് ചെവിക്ക് കേൾവി കുറവുണ്ടോ? കൊടുക്കടാ. ചെറുതായിട്ടുണ്ട്. വലത്തെ ചെവിക്കല്ലേ കേൾവി കുറവുള്ളത്? അമ്മ അടുത്ത ഞായറാഴ്ച ഈ കാല് സൗഖ്യമായതും വലത്തെ ചെവി സൗഖ്യമായതും വന്ന് സാക്ഷ്യം പറയണം. തീർച്ചയായിട്ടും പറയും. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. തീർച്ചയായിട്ടും പറയും. യേശു ഈ അമ്മയുടെ ചെവി ഇന്ന് പകൽ സൗഖ്യമാകട്ടെ. ഓ, ഒന്ന് ചേർന്ന് കൈ അടിച്ചോ, യേശുവെ നിന്ന് വിളിച്ചോ. യേശുവിന്റെ നാമത്തിൽ ചെവി സൗഖ്യമാകട്ടെ. ഈ അമ്മയുടെ പുറകിൽ നിന്നേ ഇരുട്ടിന്റെ ശക്തികൾ അഴിഞ്ഞുപോട്ടെ. അമ്മ മെല്ലെ എഴുന്നേക്ക. അമ്മ ഭയപ്പെടാതെ എഴുന്നേക്ക. സഹായിക്കല്ലേ. എത്ര നാളെ ഇങ്ങനെ എഴുന്നേറ്റിട്ട്? കാല് പൊട്ടിയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ പ്രാർത്ഥിക്കാൻ പോലും മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല എനിക്ക്. അമ്മ ഇന്ന് കർത്താവ് തൊട്ടിരിക്കുവോ? കർത്താവിനെ കൈ അടിച്ചൊരു ആമേൻ പറ. കർത്താവ് കൊടുത്ത അത്ഭുത സൗഖ്യത്തിന് നന്ദി, സന്തോഷത്തോടെ പോയട്ടെ കേട്ടോ. TV പ്രേക്ഷക സംഗമം മാർത്താണ്ഡം ജൂൺ 25 രാവിലെ 10:30 മുതൽ. സ്ഥലം ലക്ഷ്മി നാരായണ കല്യാണ മണ്ഡപം, മാർക്കറ്റ് റോഡ്, മാർത്താണ്ഡം. TV പ്രേക്ഷക സംഗമം കോട്ടയത്ത് ജൂൺ 26 രാവിലെ 10:30 മുതൽ. സ്ഥലം മാമൻ മാപ്പിള ഹാൾ, കോട്ടയം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ ജൂൺ 27 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, തൃശൂർ. നമ്മുടെ നല്ല ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. ജീവിക്കുന്നൊരു കർത്താവുണ്ട് എന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത് അവൻ നമ്മളോട് ഇടപെടുന്നത് നിമിത്തമാണ്. യഥാർത്ഥത്തിൽ ലോകപ്രകാരമുള്ള ഒരാളോട് ചോദിച്ചാൽ ദൈവം ജീവിക്കുന്നോ ഇല്ലയോ എന്ന് പോലും അറിയില്ല എന്ന് പറയും. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് കർത്താവിനെ അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട്. കർത്താവ് ജീവിക്കുന്നതെന്ന് നമുക്കറിയാം. അവൻ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അത്ഭുതങ്ങൾ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. ഹല്ലേലൂയ. ആ ഒരു തിരിച്ചറിവ് തന്നെ എത്ര വലിയ അനുഗ്രഹമാണ്. അനുഭവിക്കാൻ കഴിയുന്നത് എത്ര വലിയ അനുഗ്രഹമാണ്. എത്രയോ
ജനങ്ങൾ ഈ ലോകത്തുണ്ട്. പക്ഷേ നമുക്ക് കർത്താവിനെ അറിയാം, അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ജീവനുള്ളൊരു ദൈവം നമ്മളെ കരുതാമെന്ന് നമ്മളോട് വാഗ്ദത്തം പറഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഏത് തന്നെയാണെങ്കിലും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. വിശ്വാസത്തോടെ ആ മേഖലയെ പ്രാർത്ഥനയോടെ നേരിട്ടാട്ടെ. അപ്പോൾ ആ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ കാണുന്ന കുടുംബങ്ങളിൽ എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ, ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ അനുഭവിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരട്ടെ. അപ്പോൾ യേശുവിനെ അനുഭവിക്കുന്ന അനുഭവത്തിലേക്ക് വരട്ടെ. ഇവരുടെ ഉള്ളിലെ വിശ്വാസം വർദ്ധിക്കട്ടെ. കർത്താവെ, ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുണ്ടാകട്ടെ. ചെറുതും വലുതുമായ അത്ഭുതങ്ങളുണ്ടാകട്ടെ, ചെറുതും വലുതുമായ അത്ഭുതങ്ങളുണ്ടാകട്ടെ. കർത്താവെ, ജോലി മേഖലയോട് ബന്ധപ്പെട്ടായിരിക്കുന്ന ഒരു കുടുംബത്തെ കാണുകയാണ്. താൻ പല ജോലികൾ ചെയ്തു, പക്ഷേ ഒരു കാര്യത്തിലും തനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. താൻ ആഗ്രഹിക്കുന്ന വിധത്തിലൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. തനിക്ക് നല്ലൊരു സാലറി ലഭിക്കുന്നില്ല. ഒത്തിരി ടോർച്ചർഡായിരിക്കുന്ന അനുഭവത്തിൽ കർത്താവേ, നിൻ്റെ പ്രവൃത്തി ആ കുടുംബത്തിൽ ചലിക്കണമപ്പാ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവിൻ്റെ നാമത്തിലുള്ള പ്രവൃത്തി ഇപ്പോൾ തന്നെ ആ വീട്ടിൽ ചലിക്കട്ടെ, ആ വ്യക്തിയുടെ മേൽ ചലിക്കട്ടെ. ഇരുട്ടിൻ്റെ ബലം മാറിപ്പോകട്ടെ. കർത്താവെ, മനസ്സിനെ ടോർച്ചർ ചെയ്യുന്ന എല്ലാ സാഹചര്യങ്ങളും നീങ്ങിപ്പോകട്ടെ. അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ എല്ലാവിധമായ നന്മകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.